ലൈഫിൽ നമുക്കുണ്ടാവുന്ന നമ്മൾ ഫേസ് ചെയ്യുന്ന ചില പ്രോബ്ലംസ് ചിലപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. അത് നമ്മളുടെ ഒരു കൺട്രോളിലായിരിക്കില്ല. അങ്ങനെ പലതും നമ്മൾ എത്ര ട്രൈ ചെയ്താലും നമുക്ക് മാറ്റാൻ പറ്റാത്തതായിരിക്കും, നമ്മൾ ഉള്ളിൽ എത്ര ആഗ്രഹിച്ചാലും. ആദ്യം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റണം. അവ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട്, അതിനെ മാറ്റാനായി ശ്രമിച്ച്, അതിനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് എനർജിയും ടൈമും വേസ്റ്റ് ചെയ്യാതെ അവിടെ അവയോടൊരു അക്സെപ്റ്റൻസ് കൊണ്ടുവരിക എന്നതാണ്. കുറച്ച് ഹാർഡാണെങ്കിലും ആ ഹാർഡ് റിയാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫായിട്ട് നമുക്ക് ലഭിച്ച മറ്റ് സൗഭാഗ്യങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവന്ന് നമ്മുടെ ലൈഫായിട്ട് മൂവ് ഓൺ ചെയ്യുക എന്നതാണ്. ബട്ട് ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന മറ്റ് ചില കാര്യങ്ങൾ ആക്ച്വലി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ചിലപ്പോൾ മുഴുവനായിട്ടില്ലെങ്കിലും ഒരു പരിധിവരെ ഒരു ലെവൽ ഓഫ് ചേഞ്ച് നമുക്കതിൻ്റെ മേലെ കൊണ്ടുവരാൻ പറ്റും. ഒരു മോശം സിറ്റുവേഷനിൽ നിന്നും നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങൾ നമ്മളെ ഗുഡായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തിക്കുകയായിരിക്കും. സോ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ടൈമും എനർജിയും എഫേർട്ടൊക്കെ കൊടുത്ത് ആക്റ്റീവായിട്ട് ആ കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ടാവും. ഇത് നമ്മൾ ലൈഫിൽ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ലൈഫിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ് ഉണ്ടായിരിക്കുക എന്നതാണ്. വില്ലിങ്നെസ് ഇതൊരു കീവേഡാണ്. അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനുമുള്ള വില്ലിങ്നെസ്. അതിന് നമ്മൾ തയ്യാറായിരിക്കണം ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും. ഈ ഒരു ക്വാളിറ്റി നമ്മൾക്ക് ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനും ഹാപ്പിനെസ്സിനും പീസ് ഓഫ് മൈൻഡിനും ഈ ക്വാളിറ്റി അല്ലെങ്കിൽ ലൈഫിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ആവശ്യമാണ്. അത് നമ്മളെ ഒരു പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയാക്കും. ആ ഒരു വില്ലിങ്നെസ് നമ്മളെ നമ്മുടെ ലൈഫിൽ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആക്കും. ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, ലൈഫിൽ എപ്പോഴും ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആയിരിക്കുക എന്നത്. ബട്ട് പലപ്പോഴും പലർക്കും ലൈഫിലൊരു ആറ്റിറ്റ്യൂഡ് എന്നത് ഒരു പാസീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡായിരിക്കും. അതായത് ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുകയാണെന്ന് വെച്ചാൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലായിരിക്കും അതിനെ കാണുക. എൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്, എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നിട്ട് അതിനെപ്പറ്റി എപ്പോഴും ബാഡായിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിൽ തുടരും. മറ്റുള്ള ആളുകളെ മറ്റുള്ള കാര്യങ്ങളെയൊക്കെ ബ്ലെയിം ചെയ്തുകൊണ്ട് ആ പ്രോബ്ലംസൊക്കെ തനിക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിലും അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. എപ്പോഴും അതിനെപ്പറ്റി കംപ്ലയിൻ ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ ലൈഫ് ഇപ്പോൾ ഇങ്ങനെ ആവാൻ കാരണം അതാണ്, ഇതാണ്, ഈ കാരണങ്ങൾ കാരണം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ കൂടുതൽ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ജീവിതത്തിൽ അതേ സ്റ്റേറ്റിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കാനായിരിക്കും ടെൻഡൻസി ഉണ്ടാവുക. ബട്ട് ലൈഫിൽ ഈ ആറ്റിറ്റ്യൂഡ് നമ്മളെ എവിടെയും എത്തിക്കില്ല. ലൈഫിൽ നമ്മൾക്കുണ്ടാവേണ്ടത്, നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ടത് ഒരു ആക്റ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ലൈഫിൽ ഒരു ആക്റ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തി തനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും വില്ലിങ്നെസ് കാണിക്കും. അതോടൊപ്പം തനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ കഴിയുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു പാസീവ് ആറ്റിറ്റ്യൂഡിൽ ആ വ്യക്തിക്ക് അതിൻ്റെ ഒരു വിക്ടിം പോലെ തുടരില്ല. ആ വ്യക്തി ജീവിതത്തിൽ താൻ കടന്നു പോകുന്ന സിറ്റുവേഷൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഓരോന്നിനെപ്പറ്റി കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ തനിക്ക് അതിൽ ചേഞ്ച് ചെയ്യാൻ എന്തൊക്കെ ചെയ്തു തുടങ്ങാം എന്നതിനെപ്പറ്റി ആക്റ്റീവായിട്ട് ചിന്തിച്ച് അതിനുവേണ്ടി ആക്ഷൻസ് എടുത്ത് തുടങ്ങാനായി ആരംഭിക്കും. ആ വ്യക്തിക്ക് ചിലപ്പോൾ ആ നിമിഷത്തിൽ താൻ എന്താ ചെയ്യേണ്ടതെന്ന് മുഴുവനായിട്ടും ക്ലിയർ ആയിട്ടൊന്നും അറിയുന്നുണ്ടാവില്ല. എന്നിരുന്നാലും ആ വ്യക്തി അവിടെ സ്റ്റക്കായി തുടരില്ല. ആ വ്യക്തി ലൈഫിൽ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങും. താൻ നിൽക്കുന്ന ഇടത്തു നിന്നും തനിക്ക് റിയലിസ്റ്റിക്കായി എന്ത് ചെയ്തു തുടങ്ങാം എന്നതിനെപ്പറ്റി ചിന്തിച്ച് താൻ എടുക്കേണ്ട എല്ലാ സ്റ്റെപ്പിനെ പറ്റിയും അറിയില്ലെങ്കിലും ഒരു കാൽ മുന്നിൽ വെച്ച് അതിന് പിന്നിൽ മറ്റേ കാൽ വെച്ച് തുടങ്ങും. ആ യാത്ര കണ്ടിന്യൂ ചെയ്യും, ലൈഫ് മൂവ് ചെയ്യുന്നതിനൊപ്പം സ്വയം മൂവ് ചെയ്തുകൊണ്ട്. ഈ ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ലൈഫിൽ വേണ്ടത്. ഇതിന് വേണ്ടത് ആ ഒരു വില്ലിങ്നെസ് ആണ്. ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ബി യൂസ്ഫുൾ ഫോർ യു.